രാവുകൾ പകലുകൾ അധ്യായം 17. ജീവിതത്തിൻ്റെ നട്ടുച്ചയിലാണ് ഫിലോ ഗുരുവിൻ്റെ വീട്ടിലെത്തിയത്. അവളെ എലീശയുടെ അപ്പൻ മകളുടെ സഹായത്തിന് എത്തിച്ചതാണ്. പട്ടിണിയിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിന് ഒരു സഹായമാകുമെന്നും കരുതി. താളം തെറ്റിയ മനസ്സുമായി മരുന്നുകളുടെ യാന്ത്രിക ശക്തിക്കടിമപ്പെട്ട് തളർന്ന് ഉറങ്ങണമെന്ന ഒരേയൊരു മോഹവുമായി എന്നും ഉണരുന്ന എലീശയ്ക്കും താല്പര്യമായി. ഗുരുവിന് സന്തോഷമായി. ഫിലോ വേലക്കാരി മാത്രമല്ലാതായത് മനഃപൂർവ്വമായിരുന്നില്ല. ജോലി ചെയ്ത് ക്ഷീണിച്ചതിനായി എത്തുന്ന ഗുരുവിനെ ശുശ്രൂഷിക്കുവാൻ എലീശയാൽ കഴിഞ്ഞില്ല. അതെല്ലാം ഫിലോ ചെയ്യേണ്ടി വന്നു. ഫിലോയുടെ വീട്ടിലെ പരിസ്ഥിതികൾ വച്ച് ഒരു വേലക്കാരിയുടെ വരുമാനം മാത്രമായിരുന്നില്ല അവർ പ്രതീക്ഷിച്ചത്. അക്കാര്യം മനസ്സിലാക്കിയ ഗുരു കൂടുതൽ സഹായങ്ങൾ ചെയ്യാൻ തയ്യാറായി. ഗുരുവിന് രാത്രിയിൽ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ കുടിക്കാനുള്ള ചുക്കുവെള്ളം കൊടുക്കുന്നതിനും മറ്റ് സഹായങ്ങൾക്കും അവൾ തയ്യാറായി. പലപ്പോഴും തെറ്റാണെന്ന് തോന്നി. ആവർത്തിക്കാതിരിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. എന്നിട്ടും അയാളുടെ ദാഹിക്കുന്ന കണ്ണുകളും ആവശ്യം തോന്നിക്കുന്ന മുഖവും അവളെ കൊണ്ട് വീണ്ടും ചെയ്യിച്ചു. ഒരിക്കൽ പിടിക്കപ്പെടുമെന്നും അന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നും പലപ്പോഴും ചിന്തിച്ചു. പക്ഷേ സത്യം പുറത്തായപ്പോൾ എലീസ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നതാണ് കണ്ടത്. തുടർന്നുള്ള പ്രതികരണം തുല്യമായ പദവി ഏറ്റെടുക്കാൻ മൗനാനുവാദം കൊടുക്കുന്ന വിധത്തിലായിരുന്നു. എന്നിട്ടും അവൾ വേദനിച്ചു, പലപ്പോഴും കരഞ്ഞു. പക്ഷെ ഗുരുവിനെ കാണുമ്പോൾ ദുഃഖം മറന്ന് എല്ലാം കർത്തവ്യം ചെയ്യുന്ന പോലെ വേണ്ടതെല്ലാം ചെയ്യുന്നു. ഗുരു ഇത്രമാത്രം വേദനിച്ച ഒരു ദിവസം അവളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അയാളുടെ ദുഃഖം ഈറനിൽ ഒപ്പിയെടുക്കാൻ അവൾ രാത്രിയിൽ തണുത്ത വെള്ളത്തിൽ കുളിച്ചു. ഈറനായ മുടി വിടർത്തിയിട്ടു, വൃത്തിയായി വസ്ത്രം ധരിച്ചു, പൂവ് ചൂടി. കട്ടിലിൽ അയാളുടെ മാറിൽ കവിൾ ചേർത്തു, രാമാവൃതമായ മാറിൽ വിരലോടിച്ചു. പക്ഷേ അയാൾ ചിന്താലോകം വിട്ട് താഴേക്ക് ഇറങ്ങിയെത്തിയില്ല. വികാരം കൊണ്ടില്ല. പ്രവിശിയാകെ പ്രകോപിതമായ അന്തരീക്ഷം സംജാതമായിരിക്കുന്നു. പലയിടത്തു നിന്നും പേപ്പർ കത്തിക്കൽ, വർഗീയവാദികളുടെ പ്രകടനങ്ങൾ, ചില വർഗീയ സംഘടനകളുടെ ബന്ധുകൾ, ഹർത്താലുകൾ, പ്രസ്താവനകൾ, മൈതാന പ്രസംഗങ്ങൾ. ഒന്നാകിടക്കാർ ഒന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ചു. പക്ഷേ പാർട്ടികളുടെ പത്രങ്ങളും ചില സ്വതന്ത്ര പത്രങ്ങളും തികച്ചും വ്യത്യസ്തമായ പിന്തുണയാണ് കാണിക്കുന്നത്. ഭൂരിപക്ഷം സത്യത്തിൻ്റെ കൂടെ ആണെന്നതാണ് സത്യം. പക്ഷേ ന്യൂനപക്ഷമാണ് ഇവിടെ ശക്തർ. സാമ്പത്തികമായി കുൽസിതമായ പ്രവർത്തികളിൽ, അക്രമ പ്രവർത്തനങ്ങളിൽ. പ്രവിശ്യയിലെ വടക്കൻ ജില്ലയിൽ വെച്ച് രാമൻ ആക്രമിക്കപ്പെട്ടു. ഒരു കൂടുതൽ ക്ഷുഭിതനായി. കമ്മ്യൂണിൽ തന്നെ എതിർവചനങ്ങളുണ്ടായിരിക്കുന്നു. പ്രചരണം നിർത്തി രാമൻ തിരിച്ചെത്തി, കെട്ടിവെക്കലുകളും ബാൻഡേജുകളുമായിട്ട്. പട്ടണത്തിലൂടെ ശിക്ഷണമുള്ള വർഗീയ സംഘടനകളുടെ വാളണ്ടിയർമാർ നടത്തിയ മാർച്ചിൽ നിന്നും പത്രസ്ഥാപനത്തിന് നേരെ കല്ലേറ് നടന്നു. പടിക്കൽ കാവൽ നിന്ന ഗൂർഖയ്ക്ക് അപകടം പറ്റി. കമ്മ്യൂണിൽ പൊതു സമ്മേളനം അത്യാവശ്യമായിരിക്കുന്നെന്ന് ഗുരുവിന് തോന്നി. കമ്മ്യൂണിലെ എല്ലാ ജീവനക്കാരും അവരുടെ കുടുംബവും പങ്കെടുക്കാനായിരുന്നു ക്ഷണം. പക്ഷേ പങ്കെടുത്തവർ ജീവനക്കാരും അപൂർവം കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു. ജീവനക്കാർക്കെല്ലാവർക്കും തന്നെ കുടുംബങ്ങളുണ്ടായത് കമ്മ്യൂണിന് പുറത്ത് താമസം തുടങ്ങിയതിൽ പിന്നെയാണ്. ജീവനക്കാർക്ക് പലർക്കും കമ്മ്യൂണിനോടുണ്ടായിരുന്ന താല്പര്യത്തിന് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നെന്ന് ഗുരു മനസ്സിലാക്കി. പലരും ഒരു ജോലിസ്ഥലം മാത്രമായിട്ട് കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഉപജീവന മാർഗം മാത്രമായിരിക്കുന്നു. അവിടങ്ങളിൽ നിന്നും പെറുക്കിയെടുക്കുമ്പോൾ കമ്മ്യൂൺ തീർത്തു എല്ലാവരെയും ഒരു മതിലിനുള്ളിൽ പാർപ്പിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്വപ്നം അതായിരുന്നില്ല. പക്ഷേ ഗുരു മനസ്സിലാക്കുന്നു, സൗകര്യങ്ങൾ കൂടുമ്പോൾ സുഖങ്ങൾ തേടിപ്പോകുന്നു. നേടാനുള്ള സുഖങ്ങൾ പിന്നീട് ഒരിക്കലും നഷ്ടമാകരുതെന്ന് ആഗ്രഹിക്കുന്നു. നഷ്ടമാകുന്നു എന്ന് തോന്നുന്നെങ്കിൽ മൂലവേര് കൂടി പിഴുതെറിയുവാൻ തയ്യാറാകുന്നു. മനുഷ്യൻ്റെ മൂല്യച്യുതി. അതാണ് കമ്മ്യൂണിലെ താമസഗേഹങ്ങൾ ഒഴിഞ്ഞുകിടക്കുവാൻ കാരണം. അധ്യക്ഷ പ്രസംഗത്തിൽ ഗുരു പറഞ്ഞു, ഞാൻ ക്ഷണിച്ചത് കമ്മ്യൂണുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പങ്കെടുപ്പിക്കാനുള്ള ആഗ്രഹത്തോടെയാണ്. പക്ഷേ ഇവിടെ പ്രവൃത്തിയെടുക്കുന്നവർ മാത്രമാണ് പങ്കെടുത്തിരിക്കുന്നത്. നാം കമ്മ്യൂൺ തീർക്കുമ്പോൾ എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു, ഈ കമ്മ്യൂണിൽ എല്ലാവരും ഒരു ഗൃഹത്തിലെ പോലെ കഴിയണമെന്നത്. പക്ഷേ ഇപ്പോൾ പലർക്കും ഇതൊരു പ്രവൃത്തി സ്ഥാപനം മാത്രമായിരിക്കുന്നു. പ്രവൃത്തിയെടുക്കുക, അതിന് പ്രതിഫലം പറ്റുക, അത്രമാത്രം. മറ്റ് യാതൊരു ബന്ധവുമില്ലാതെ രീതിയിൽ പെരുമാറുന്നു. സഹപത്രാധിപൻ പ്രസംഗിച്ചു. ഗുരു പറഞ്ഞ സത്യമാണ്. അതിൽ കാരണങ്ങളുമുണ്ട്. ഈ കമ്മ്യൂൺ മാത്രമാണ് ലോകമെന്ന് തെറ്റിദ്ധരിക്കരുത്.
മനുഷ്യ സംസ്കാരം വളർന്നത് സമൂഹത്തിൽ നിന്നാണ്. നല്ല നല്ല സംസ്കാരമുള്ള സമൂഹത്തിലേക്ക് അല്ലാത്ത സമൂഹങ്ങൾ ലയിക്കണം. അപ്പോൾ പുതിയ പല രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടാകും. പുതിയ പുതിയ ആശയങ്ങൾ, ബന്ധങ്ങൾ, അങ്ങനെ ഉന്നതിയിലേക്ക് കയറണം. ജോസഫ് കണക്കുകൾ നിർത്തി സംസാരിച്ചു. കമ്മ്യൂണിൻ്റെ തെറ്റുകളോ നന്മതിന്മകളോ അല്ല ഇവിടെ ചർച്ചാ വിഷയം. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പാണ്. പത്രം മുങ്ങിക്കൊണ്ടിരുന്ന കപ്പലിൽ ആയിരുന്നു. ബിസിനസ് കുറഞ്ഞിട്ട് പ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വരെ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങവെയാണ് നാം പുതിയ ബിസിനസ് തന്ത്രം ആവിഷ്കരിച്ചത്. അതിനാൽ നമുക്ക് ഇപ്പോൾ 3 ഇരട്ടിയോളം പ്രചരണം നേടിക്കാൻ കഴിഞ്ഞു. ഒരു 2-കിട പത്രത്തിൻ്റെ തുല്യതയിൽ എത്തിയിരിക്കുന്നു. സദസ്സിൽ ശബ്ദഘോഷങ്ങൾ എട്ടിച്ചു. ഉച്ചഭാഷണിക്കേൽ ഉച്ചത്തിൽ ആരവം ഉയർന്നു. ഗുരു എഴുന്നേറ്റു. നിങ്ങൾ ബഹളമുണ്ടാക്കാതെ പറയുന്നത് കേൾക്കണം. ഞങ്ങൾക്കത് കേൾക്കണ്ട, സദസ്യർ ഒന്നംഗം വിളിച്ചു പറഞ്ഞു. എങ്കിൽ താല്പര്യമില്ലാത്തവർക്ക് പുറത്തു പോവുക. ഗുരു കസേരയിൽ ഇരുന്നു. സദസ്യർ കൂട്ടം കൂട്ടമായി വേദി വിട്ടു. ഒടുവിൽ ഗുരു ചുറ്റും നോക്കി. സമ്മേളന ഹാൾ ശൂന്യമായി. സ്റ്റേജിൽ ഗുരു, ജോസഫ്, കൃഷ്ണെ, നമ്മൾ തോൽക്കുകയാണ്. പക്ഷേ ഇനിയും പിന്തിരിയാനാവില്ല. പിന്തിരിഞ്ഞാൽ പലരും നമ്മോടൊപ്പം കാണുകയില്ല. സദസ്യർക്ക് പിരിഞ്ഞു പോകാം. അനുഭവിച്ചിട്ടുള്ളതും കഥാപാത്രങ്ങളും നമ്മൾ സ്റ്റേജിലിരിക്കുന്നവരാണ്. സദസ്യർക്ക് ആസ്വാദനം എന്ന ഒറ്റ കർത്തവ്യമേ ഉള്ളൂ. ഇഷ്ടമായില്ലെങ്കിൽ തഴയാം, അടുത്ത വേദിത്തോടെ പോകാം. ഇഷ്ടമായാലോ നല്ലതെന്ന് പറഞ്ഞ് സദസ്സ് വിട്ടു പോകാം. പക്ഷേ ആട്ടക്കാർക്കോ? കൃഷ്ണേ. ഗുരു ഒരിക്കൽ കൂടി കൃഷ്ണയിൽ പാഞ്ചാലിയുടെ ദൃഢനിശ്ചയവും തൻ്റെ ഇടവും കണ്ടു. ഓഫീസ് മുറിയുടെ തുറന്നു കിടന്നിരുന്ന ജനാല വഴി ഗേറ്റ് കടന്നു വരുന്ന അപരിചിതമായ കാർ ശ്രദ്ധിച്ചു. വിദേശ നിർമ്മിതമായ ശീതീകരിച്ച യൂണിഫോംധാരിയായ ഡ്രൈവർ തുറന്നു കൊടുത്ത പിൻവാതിലിലൂടെ ഉസ്മാൻ ഇറങ്ങി. മുൻവാതിലിലൂടെ അശ്വിനി പ്രസാദ്. ഗുരു അവരെ തിരിച്ചറിഞ്ഞു. എവിടെ നിന്നോ കൃഷ്ണ ഗുരുവിൻ്റെ ക്യാബിനിലെത്തി. ഗുരു അവരാണ് ഉസ്മാനും അശ്വിനി പ്രസാദും. ഭീഷണിയാവാം. ഗുരു കസേരയിൽ നിവർന്നിരുന്നു. ആയുധാഭ്യാസി ചുവടുകൾ ശരിയാക്കും പോലെ. കൃഷ്ണ ഗുരുവിന് പിറകിൽ സ്റ്റെനോയുടെ കസേരയിൽ പേപ്പറുകൾ മറിച്ചുകൊണ്ടിരുന്നു. പിയൂൺ വാതിൽ തുറന്ന് തല ഉള്ളിൽ കാണിച്ചു. വരാൻ പറയൂ. ഉസ്മാന് പിറകെ അശ്വിനിയും പ്രവേശിച്ചു. ഇരിക്കൂ. മനസ്സിലായെന്ന് കരുതുന്നു. വടക്കൻ മലബാറുകാരൻ്റെ സംഭാഷണത്തിൽ വന്ന വ്യത്യാസം ഗുരു ശ്രദ്ധിച്ചു. ഉസ്മാൻ. അശ്വിനി പ്രസാദ്. എന്താണ് സന്ദർശനോദ്ദേശം? മുഖവര എനിക്കിഷ്ടമല്ല. കുറച്ച് വാക്കുകൾ, കൂടുതൽ പ്രവൃത്തി, അതാണ് താല്പര്യം. പറഞ്ഞോളൂ. ഭഗവാനെ പറ്റിയുള്ള വാർത്തകൾ നിർത്തുക. അല്ലെങ്കിൽ ഭസ്മമാക്കുമെന്നല്ലേ? തൻ്റെ ഭഗവാൻ ഭാസ്കരൻ നായർ. അയാളുടെ പറഞ്ഞേക്ക് ഞാൻ ഗുരു എന്ന ജോൺ ജോസഫാണെന്ന്. അയാൾ കളിക്കുന്നതിലും വിട്ടറ്റ കളി എനിക്കും അറിയാം. സ്റ്റോപ്പ് ഇറ്റ്. അശ്വിനി അലറി. വീട്ടിൽ കയറി നിന്ന് പേടിപ്പിക്കാതോ. നിങ്ങളിവിടെ നിന്ന് പുറത്തു പോണത് എൻ്റെ ഔദാര്യം കൊണ്ടാണെന്ന് കരുതിയാൽ മതി. കസേര പിറകോട്ട് തള്ളി മറിച്ച് ഉസ്മാൻ ചാടി എഴുന്നേറ്റു. പേയ് പിടിച്ച നായപ്പോലെ പുറത്തേക്കോടി. ഗുരു ചിരിച്ചു. ആർത്തലച്ച്. ചിരി നിർത്താതെ വന്നപ്പോൾ കൃഷ്ണ അയാളെ തോളിൽ തട്ടി വിളിച്ചു. ഗുരു, ഇനി എനിക്ക് ഭയമില്ല കൃഷ്ണേ. ഇന്നലെ വരെ കമ്മ്യൂണിൻ്റെ സമ്മേളനം വിളിക്കും വരെ ഓരോ കമ്മ്യൂൺ ജീവികളുടെയും ഭാവിയെപ്പറ്റി ഓർക്കേണ്ടതുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ആവശ്യമില്ല. എനിക്ക്, നിനക്ക്, സിദ്ധന്, ഫിലോയ്ക്ക്, എലിസയ്ക്ക് എന്ത് സ്വപ്നങ്ങളാണുള്ളത്, എന്ത് ഭാവിയാണുള്ളത്? നമുക്ക് ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ, ഈ യുദ്ധം. ഇത് ഭഗവാൻ എന്ന ഭാസ്കരൻ നായരോടല്ല, കപട വർഗത്തോടാണ്. 2 വിശ്വാസങ്ങൾ തമ്മിലാണ്. ഗുരുവിൻ്റെ സംതൃപ്തമായ മുഖം കണ്ട് കൃഷ്ണ സംശയിച്ചിരുന്നു.